പറയുന്നൊന്ന് മനസ്സിലാക്കുക. അത് നിനക്ക് അത്യാവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. നീ വിളിച്ചതിൻ്റെ തൊട്ടു പിന്നാലെ ഭാസ്കരേട്ടനെ വിളിച്ചിരുന്നു. നീ വരാൻ സാധ്യതയുണ്ടെന്നും നിനക്ക് പലിശയ്ക്ക് കാശൊന്നും കൊടുത്തേക്കരുതെന്നും പറഞ്ഞു. ഇനി ഞാൻ നിനക്ക് പൈസ തന്നറിഞ്ഞാ ദേ എനിക്ക് പണി കിട്ടും മോനെ. അവരെ പോലുള്ള വലിയ ബ്ലേഡുകാരുടെ അവതാരത്തിലാണ് നമ്മളൊക്കെ പഠിച്ചു പോകുന്നത്. പൈസ തരാൻ പറ്റാഞ്ഞിട്ടല്ല, നീ എന്നെ ഒന്ന് ഒഴിവാക്കി പ്ലീസ്. പൂജ, ഞാനൊരു കാര്യം പറയാൻ നിനക്കൊന്നും തോന്നരുത്. നീ അങ്ങനെ പറഞ്ഞോണ്ടാ ബാലുവിനോട് ഞാൻ കള്ളം പറഞ്ഞേ. അതിനിപ്പോ എന്താ പ്രശ്നം? അല്ല, അവൻ വെറുതെ പെട്ടെന്ന് ഇത്രയും പൈസ ചോദിക്കാനിടയില്ല. നീ പറഞ്ഞ പോലെ കാശ് മേടിച്ച് നിന്നെ പറ്റിക്കാനാണെങ്കിൽ അവൻ ചെന്നൈ ചെന്നിട്ട് വേണ്ടല്ലോ, അതിവിടെ വെച്ചാകാലോ. എല്ലാ ആണുങ്ങളും ഇങ്ങനൊക്കെ തന്നെ. ഐ ഡോണ്ട് തിങ്ക് സോ. ബാലുവിനെ നിനക്ക് അറിയാവുന്നതല്ലേ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ലീവ് ഇറ്റ്. ഓക്കെ, ബൈ ബൈ. ഓ കുറേ ദിവസമായല്ലോ സാറിനെ കണ്ടിട്ട്. കുറച്ച് തിരക്കിലായിരുന്നു. ഒരു കിങ്സ്. മറ്റേ സാറെന്ത്? പുള്ളി ഒരു ഇൻ്റർവ്യൂവിന് പോയിരിക്കുക. ഹലോ, സുധീർ സാറല്ലേ? സാറേ, ഞാൻ പറഞ്ഞ കാശിൻ്റെ കാര്യം നാളെ കഴിഞ്ഞോ? അയ്യോ, എനിക്ക് ഇന്നായിരുന്നു ആവശ്യം. കുഴപ്പമില്ല സാർ. എന്താ സാറേ പ്രശ്നം? കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങോട്ട് റെഡിയാവുന്നില്ല. എത്ര രൂപ സാറേ? 10,000 രൂപയുടെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ 5,000 മതിയെങ്കിൽ ഞാൻ തരാറുണ്ട്. മതി എന്ന് വെച്ചിട്ടെങ്കിൽ നാളത്തെ ഒരു അത്യാവശ്യം വെച്ചേക്കണ. ചേട്ടൻ പുള്ളിക്ക് വേണ്ടിയാണ്. നാളെ തരാം. നോക്കട്ടെ സാറേ. സാറേ, 3,000 രൂപ ഇപ്പോൾ ഉള്ളല്ലോ. മതി ചേട്ടാ, നാളെ തരാം. താങ്ക് യു. എന്തായി? എടാ, ഒരു 3,000 രൂപ ഒത്തിട്ടുണ്ട്. 3,000 രൂപയായുള്ളൂ? എടാ, ഒരു 2,000 രൂപ എൻ്റെ അക്കൗണ്ടിലുണ്ട്. അപ്പം 5,000 രൂപ ആയില്ലേ? അത് പോയിട്ട് പിന്നെ ഒരു 5,000 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. നീ സമാധാനമായിട്ട് ഇരിക്കേ. ചേച്ചി, ബാങ്കിൽ പോയിട്ട് തിരിച്ചു വന്നായിരുന്നോ? എനിക്ക് ചേച്ചിയുടെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. എവിടെ കക്ഷി? ഞാൻ പോയില്ല. എനിക്ക് ഇടയ്ക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നു.
വെളിയിൽ നിൽക്കണ്ട, അകത്തേക്കോ. ആ. എന്ത് ഹെൽപ്പാ വേണ്ടേ? ചേച്ചി, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 5000 രൂപ വേണമായിരുന്നു. എന്തു പറ്റിയടോ? എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി അടുത്ത ദിവസം തരാം. പൈസയൊക്കെ ഞാൻ തരാം. ഓ കിഷോർ, എന്താ ഈ സമയത്ത് ഇങ്ങനെ? 10000 രൂപ, നിസ്സാര പൈസ. അതുണ്ടാക്കാൻ എന്നെ കൊണ്ടാവുന്നില്ലല്ലോ. എന്താണ് ഈ സംഭവിക്കുന്നത്? എനിക്ക് ബാലുവിനെ എവിടെ നോക്കിയടാ മോനെ കിഷോറേ? ഓമനക്കുട്ടനാടാ, വണ്ടി ഒതുക്ക്. എന്തുവാ അളിയത്? വിളിച്ച വല്ലപ്പോഴും ഫോൺ എടുത്തൂടെ? ഷൂട്ടിങ്ങിന് നമ്മളെയൊക്കെ ഒന്ന് കൊണ്ടുപോടി. ഞാൻ കുറച്ച് തിരക്കിലാണ്. നിന്റെ ഒരു തിരക്ക് ഏത് നേരം നോക്കിയാലും നിനക്കൊരു തിരക്കുണ്ട്. വല്ലതും നടക്കുമോ? പൈസ എന്നൊരു പ്രശ്നമുള്ള കാര്യമില്ല. ദേ നാനോ കാറ് പുതിയത് ഈ ആഴ്ച എടുത്തോളൂ. ഇതാ ബ്രാൻഡ്. കണ്ട, ഞാനിപ്പം ബ്രാൻഡഡ് ഡ്രസ്സ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. നീ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ലല്ലോ. സ്ഥലക്കച്ചവടവും വണ്ടിക്കച്ചവടവും കൂടാതെ ഞാനിപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തൊരു സ്കാനിങ് സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. നല്ല പോളിങ്ങാ. ആ പൈസ മാത്രം പോരല്ലോ, ഒരു സ്റ്റാൻഡേർഡ് അങ്ങോട്ട് വരുന്നില്ല. എടാ ഓമനക്കുട്ട, നീ എനിക്കൊരു 5000 രൂപ കടന്താ. പെട്ടെന്നൊരു 5000 എന്ന് പറഞ്ഞാൽ ഒരു 2000 രൂപ മതിയോ? മതി. ഒന്നൊരു കാര്യം ചെയ്യും, മലബാർ ഗോൾഡിലേക്ക് വിട്ടു. അവിടെ സെയിൽസിൽ അഭിലാഷ് എന്ന് പറയുന്ന ഒരു പയ്യുണ്ട്. അവൻ എനിക്ക് 2000 രൂപ തരാണ്ട്. രാവിലെ വിളിച്ചു നീ ക്യാഷ് റെഡിയാന്ന് പറയാം. നീ നേരെ വിട്ടോ, ഞാൻ അവനെ വിളിച്ചേക്കാം. ഓക്കെ? യെസ്, താങ്ക്സ് ഡാ. ഓക്കെ മച്ചാ. ഷൂട്ടിങ് വല്ലോണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. ഓക്കെടാ.